തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് പണം നൽകി കോൺഗ്രസ്. വിരുദനഗർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാണിക്കം ടാഗോറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് പൊതുയോഗത്തിലാണ് പണം വിതരണം ചെയ്തത്. ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയും അണ്ണാഡിഎംകെയും തമിഴ്നാട്ടിൽ വ്യാപകമായി വോട്ടർമാർക്ക് പണം നൽകുന്നതായി BJP കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. വിവരങ്ങളുമായി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗുരുതരമായ ചടലംഘനമാണ്. അത് പരസ്യമായിട്ടാണ് വോട്ടർമാർക്ക് ഇങ്ങനെ കോൺഗ്രസ് പണം നൽകുന്നത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നു. BJP ഇതേ വിഷയം നേരത്തെ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അങ്ങോട്ടുള്ള നടപടി എന്താണ് ഇതിനെക്കുറിച്ച്? ലക്ഷ്മി, നമുക്കറിയാം, ഈ തമിഴ്നാട്ടിൽ കാലാകാലങ്ങളായി ഇത്തരത്തിൽ വോട്ടർമാർക്ക് പണം നൽകുന്നത് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതിപ്പോൾ ഈ കോൺഗ്രസ് ആണ് ഇങ്ങനെ പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിരുദനഗർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാണിക്കം ടാഗോറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് പൊതുയോഗത്തിലാണ് പണവിതരണം നടന്നത്. വിരുദനഗറിൽ വ്യാഴാഴ്ച നടന്ന പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തവർക്കാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ പണം കവറിലാക്കി നൽകിയത്. മാണിക്കം ടാഗോറിന്റെ പ്രചാരണത്തിൽ വൻ ജനക്കൂട്ടം വിരുദനഗർ ജില്ലാ ആസ്ഥാനത്ത് കൂടിയിരുന്നു. പിന്നാലെയാണ് ഈ വോട്ടിന് പണം നൽകുന്നത് തരത്തിൽ ഇവർക്ക് ഓരോരുത്തർക്കും പണം നൽകിയത്. അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനങ്ങളും മറ്റും സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടിയിൽ വരുന്ന ആളുകൾക്ക്, മുതിർന്ന ആളുകൾക്ക് 500 രൂപ, 1000 രൂപ, അതുപോലെ കുട്ടികൾക്ക് 100 രൂപ, അതുപോലെ തന്നെ ബിരിയാണിയും അതുപോലെ തന്നെ മദ്യക്കുപ്പികളും ഒക്കെ നൽകിയാണ് പലപ്പോഴും ഇവർ ആളെ കൂട്ടുന്നത് എന്നുള്ളതാണ് പ്രധാനമായും വിമർശനമായിട്ട് ഉയരുന്നത്. ഒപ്പം തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ എന്നിങ്ങനെ തരത്തിൽ ഓരോ കുടുംബത്തിലെയും ഓരോ ആൾക്ക് 1000 രൂപ എന്ന തരത്തിൽ പണവിതരണം വ്യാപകമായി തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ അണ്ണാഡിഎംകെയും ഇത്തരത്തിൽ പണം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്നത്. തങ്ങൾ ഏതായാലും പണം വിതരണം ചെയ്യുകയുമില്ല, മാത്രമല്ല പണം നൽകിയുള്ള ഒരു വോട്ടും തങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടാണ് BJP ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. BJP ഇദ്ദേഹത്തിന് ശക്തമായ നടപടിയുമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ലക്ഷ്മി. ശരി.